മരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. വിചിത്രമായ ചില ആചാരങ്ങൾ സംരക്ഷിക്കുന്ന സമൂഹം. ടോറജ സമൂഹം ഇന്തോനേഷ്യയിലെ സുലോവേസി ദ്വീപിൽ അധിവസിക്കുന്ന ഒരു സമൂഹമാണ് ടോറജ. പുരാതന കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും പിന്തുടരുന്നവർ. ലോകത്തിലെ ഏറ്റവും വിപുലമായ ശവസംസ്കാര ചടങ്ങുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹം. മനുഷ്യന്റെ ജനനത്തെക്കാളും അവർക്ക് പ്രധാനം മരണമാണ്. മറ്റെല്ലാ കുടുംബ പരിപാടികളെക്കാളും ശവസംസ്കാര ചടങ്ങുകൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. വിചിത്രവും വിപുലവുമാണ് അവരുടെ ശവസംസ്കാര പരിപാടികൾ. ശിശുക്കൾക്കായി കരുതി വച്ചിരിക്കുന്ന വൃക്ഷശ്മശാനങ്ങൾ മുതൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച ശവശരീരങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് വരെ അതിൽ ഉൾപ്പെടുന്നു. ടോറജൻ വിഭാഗത്തിലെ ആളുകൾ മരണശേഷവും അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിച്ചുകൊണ്ടേയിരിക്കും. ടോറജൻ വിഭാഗങ്ങൾ മരണശേഷവും മൃതശരീരങ്ങളെ സൂക്ഷിക്കുകയാണ്. 1-2 ദിവസത്തേക്കല്ല, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അവർ ജീവൻ വെടിഞ്ഞ ശരീരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. കുടുംബത്തിലെ മറ്റംഗങ്ങളെ പോലെ തന്നെ അവർ മരിച്ചുപോയവർക്കും സ്ഥാനം നൽകുന്നു. പ്രിയപ്പെട്ടവർ മരിച്ചാൽ അത്ര പെട്ടെന്നൊന്നും അവരെ പറഞ്ഞയക്കാൻ ഈ കൂട്ടർ തയ്യാറല്ല. ഒരു വ്യക്തിക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത്. അതായത് മരിച്ചാൽ പോരാ, പകരം മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം മാത്രമേ മരിച്ചതായി അവർ കണക്കാക്കൂ. ശവസംസ്കാരം നടത്തുന്നത് വരെ മരണപ്പെട്ട മൃതദേഹം കുടുംബ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും മരിച്ചയാളെ ഒരു രോഗിയായി കണ്ട് പരിചരിക്കുകയും ചെയ്യും അവർ. വൃക്ഷശ്മശാനങ്ങൾ എന്നത് മരിച്ച കുഞ്ഞുങ്ങളെ മരങ്ങളുടെ തടിയിൽ ഒരു പൊത്തുണ്ടാക്കി അതിനിടയിൽ തിരികെ വെക്കുന്ന ചടങ്ങാണ്. പതിയെ മരം വളരുമ്പോൾ അവയും മരത്തിനോട് ഇഴുകിച്ചേരുന്നു. മരിച്ച കുട്ടിയെ തുണിയിൽ പൊതിഞ്ഞ് അകത്ത് വെക്കുന്നതിന് മുമ്പ് ഗ്രാമീണർ വലിയ മരത്തടികളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. കുഞ്ഞിന്റെ ശവശരീരം അടക്കിയ ശേഷം ആ ദ്വാരങ്ങൾ പനയോലകൾ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു. ഓരോ മരത്തിനും ഡസൻ കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഈ വിധം ബന്ധിപ്പിച്ചിരിക്കുന്നത്. പല്ലു മുളയ്ക്കാത്ത കുഞ്ഞുങ്ങൾ മരിച്ചാലാണ് ഈ വിധം അടക്കുന്നത്. മരങ്ങളിൽ അവരെ അടക്കുമ്പോൾ അവിടുത്തെ കാറ്റ് ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ മോചിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. മുതിർന്നവരെ സംസ്കരിക്കുന്നത് മറ്റൊരു രീതിയുമുണ്ട്. സംസ്കരിക്കുന്നത് വരെ വീട്ടിൽ സൂക്ഷിക്കും. ശരീരം ചീഞ്ഞഴുകി പോകുന്നത് തടയാൻ പരമ്പരാഗതമായി പുതപ്പുകളിൽ പൊതിഞ്ഞ ഔഷധ സസ്യങ്ങളും പുകയും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് മൃതദേഹങ്ങൾ അഴുകാതിരിക്കാൻ ഫോർമാലിൻ കുത്തിവെക്കുന്നു. ഈ ശവശരീരങ്ങൾ കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇത് മാത്രവുമല്ല, ഓരോ ദിവസവും കുടുംബാംഗങ്ങൾ ശവശരീരം സന്ദർശിക്കുകയും അതിനോട് സംസാരിക്കുകയും അതിന് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്യുന്നു. ആ വ്യക്തി മരിച്ചെങ്കിലും അവരുടെ ആത്മാവ് വീട്ടിൽ തന്നെ തുടരുന്നു എന്ന വിശ്വാസം കൊണ്ടാണ് ടോറജർ ഇന്നും ചെയ്യുന്നത്. മരിച്ചവരെ വീട്ടിൽ വരുന്ന സന്ദർശകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ടോറജന്മാർ തങ്ങൾക്ക് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാനല്ല പണം സമ്പാദിക്കുന്നത്, മറിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്താനായിട്ടാണ്. ശവസംസ്കാരം ഗ്രാമം മുഴുവൻ ഉൾപ്പെടുന്ന ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഇതിനാവശ്യമായ തുക കണ്ടെത്താൻ അവർക്ക് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തെന്ന് വരാം. മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് ചിലവുകൾക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത് വരെ ആ മൃതദേഹം അവർ അടക്കം ചെയ്യില്ല. എല്ലാ വർഷവും ഓഗസ്റ്റിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പെട്ടിയിൽ നിന്നെടുത്ത് കഴുകി പുതിയ വസ്ത്രം ധരിപ്പിച്ച് ശവശരീരത്തെ ഗ്രാമത്തിന് ചുറ്റും നടത്തിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓരോ സമൂഹങ്ങളും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും പല രീതിയിൽ വ്യത്യസ്തരാണ്.